1903 മുമ്പ് നമ്മുടെ ലോകം ഭയങ്കര വലുതായിരുന്നു. അതായത് ഈ കാലത്ത് നിങ്ങൾക്ക് കേരളത്തിൽ നിന്ന് അമേരിക്കയ്ക്ക് പോകണമെങ്കിൽ എങ്ങനെ പോയാലും ഒരു 5 to 7 ആഴ്ചകൾ എടുക്കും. അതിനുശേഷമാണ് റൈറ്റ് ബ്രദേഴ്സ് പറക്കാനുള്ള ടെക്നിക്ക് കണ്ടുപിടിക്കുന്നതും ഏതാനും വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ ഭൂമി പയ്യെ ചുരുങ്ങി ഞാൻ നേരത്തെ പറഞ്ഞ 5 to 7 ആഴ്ചയിൽ നിന്നും കേവലം മണിക്കൂറുകൾ മാത്രമായിട്ട് മാറി. പക്ഷെ ഈ സംഭവം അവിടെ വെച്ച് നിന്നു. ഇനി അടുത്തൊരു സ്റ്റെപ്പ് എന്തായിരിക്കും? ഈ ലോകം മുഴുവന് കേവലം കുറച്ച് സ്റ്റെപ്പുകൾ മാത്രം ദൂരത്തിലാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോ എന്താണ് ശരിക്കും വേം ഹോൾസും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? വേം ഹോൾസ് ഉപയോഗിച്ച് നമുക്ക് ഫ്യൂച്ചറിലേക്ക് ടൈം ട്രാവൽ ചെയ്യാൻ പറ്റുമോ? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ വളരെ സിമ്പിൾ ആയിട്ടായിരിക്കും ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളടുത്ത് പറയാൻ പോകുന്നത്. നമ്മുടെ ഭൂമിയുടെ തൊട്ടടുത്തുള്ള സ്റ്റാറാണ് സൂര്യൻ. പക്ഷെ നമ്മുടെ സൂര്യന്റെ തൊട്ടടുത്തുള്ള സ്റ്റാറാണ് ആൽഫ സെഞ്ചുറി. അതായത് ഏകദേശം 4.4 ലൈറ്റ് ഇയർ ദൂരത്താണ് ഈ ഒരു സ്റ്റാർ നിൽക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഒറ്റ സ്റ്റാർ അല്ല, ഇത് 3 സ്റ്റാറുകൾ കൂടി ചേരുന്ന ഒരു സ്റ്റാർ സിസ്റ്റം ആണ്. നമ്മൾ ഉണ്ടാക്കിയതിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് പോകുന്ന ഒരു ഒബ്ജക്റ്റ് ആണ് വോയേജർ 1 എന്ന് പറയും. എന്നാൽ പോലും വോയേജർ 1 നമ്മുടെ ഭൂമിയിൽ നിന്ന് ആൽഫ സെഞ്ചുറി വരെ എത്താൻ വേണ്ടിയിട്ട് മിനിമം ഒരു 70,000 വർഷങ്ങൾ എടുക്കും. അതൊരു സ്പേസ് ട്രാവൽ പോയിന്റ് ഓഫ് വ്യൂ എന്ന് നോക്കുമ്പോൾ ഒട്ടും തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കണക്കാണ്. അത് മാത്രമല്ല, ഭൂമിയിൽ നിന്ന് ഒരു ബീം ഓഫ് ലൈറ്റ് ഈ ആൽഫ സെഞ്ചുറിയിലേക്ക് എത്തണമെങ്കിൽ ഏകദേശം 4.4 വർഷങ്ങൾ എടുക്കും. ഓക്കെ, അപ്പൊ അത്രയും ദൂരത്താണ് ഈ സംഭവം നിൽക്കുന്നത്. അത് നിങ്ങൾ ആലോചിക്കുക, നമ്മുടെ സൂര്യന്റെ തൊട്ടടുത്തുള്ള സ്റ്റാറിനെ പറ്റിയിട്ടാണ് ഞാൻ പറയുന്നത്. വേറൊരു കോമഡി എന്താ വെച്ചാൽ, ഈ 4.4 ലൈറ്റ് ഇയർ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ ഒരു മില്ലിമീറ്ററിൽ ചെറിയൊരു വാല്യൂ ആയിരിക്കും. അപ്പൊ അത്രയും വലിയൊരു സംഭവമാണ് നമ്മുടെ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡസ്ട്രിയൽ ട്രാവലും കാര്യങ്ങളൊക്കെ ഫീസിബിൾ ആക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ശരിക്കും വേം ഹോൾസ് എന്ന് പറയുന്നത്. ഞാൻ ഇപ്പൊ തന്നെ പറയാം, വേം ഹോൾസ് എന്ന് പറയുന്നത് ഒരു തിയറിറ്റിക്കൽ സംഭവം മാത്രമാണ്. അതായത് ഐൻസ്റ്റൈൻ്റെ ഇക്വേഷൻസിലൂടെ ഇങ്ങനത്തെ ഒരു പോസിബിലിറ്റി നമ്മൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്പേസിലത്തെ ഷോർട്ട് കട്ടിനെയാണ് നമ്മൾ വേം ഹോൾസ് എന്ന് വിളിക്കുന്നത്. ഇതിന്റെ പുറയിലുള്ള ഐഡിയ എന്താണെന്നുള്ളത് ഞാൻ വളരെ എളുപ്പത്തിൽ പറഞ്ഞുതരാം. നിങ്ങൾ മിക്കവരും കേട്ടിട്ടുള്ള ഒരു സംഭവമായിരിക്കും. അതായത് സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കർവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതിനേക്കാണ് നമ്മൾ സ്പേസ് ടൈം ഫാബ്രിക് എന്നൊക്കെ വിളിക്കുന്നത്. ഒരു മാസമുള്ള ഒരു ഒബ്ജക്റ്റ് സ്പേസ് ടൈം ഫാബ്രിക്കിൽ വന്ന് നിൽക്കുകയാണെങ്കിൽ ആ സ്പേസ് ടൈം ഫാബ്രിക്കിനെ ഈ മാസമുള്ള ഒബ്ജക്റ്റ് വാർപ്പ് ചെയ്യും. അതായത് ഇങ്ങനെ പയ്യെ കർവ് ചെയ്യും. ഇങ്ങനെയുള്ള സ്പേസ് ടൈം കർവേച്ചർ കാരണമാണ് ഒരു ഒബ്ജക്റ്റും മറ്റൊരു ഒബ്ജക്റ്റും തമ്മിലുള്ള ഒരു ഇന്ററാക്ഷൻ സാധ്യമാവുന്നത്. ഇതിനെപ്പറ്റി ഞാൻ അധികം എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോ നമ്മുടെ സ്പേസ് ടൈം ഫാബ്രിക് എന്ന് പറയുന്ന ആ ഒരു സംഭവം നമുക്ക് എക്സ്ട്രീംലി കർവ് ചെയ്യാൻ പറ്റും. അതായത് ഇങ്ങനെ വളച്ചിങ്ങനെ എടുക്കാൻ പറ്റും. ഇങ്ങനെ നമ്മൾ ഈ സ്പേസിനെ എക്സ്ട്രീമിൽ ഇങ്ങനെ വളച്ചെടുത്തു കഴിഞ്ഞാൽ സ്പേസിന്റെ ഒരു പോയിന്റും മറ്റൊരു പോയിന്റും തമ്മിൽ നമുക്ക് ടണൽ ചെയ്യാൻ പറ്റും. അതായത് ഒരു ഷോർട്ട് കട്ട് പോലെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതായത് ഫോർ എക്സാമ്പിൾ, ഞാനൊരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് നേരായ മാർഗത്തിലൂടെ പോകണമെങ്കിൽ ഒരു 100 വർഷങ്ങൾ എടുക്കുമെന്ന് വിചാരിക്കാം. ഈ വേം ഹോളിൽ കൂടെ പോവുകയാണെങ്കിൽ, അതായത് ഈ 2 പോയിന്റ് ഞാൻ കർവ് ചെയ്ത് ഓവർലാപ്പ് ചെയ്ത് ഒരു ഒറ്റ പോയിന്റിൽ നിർത്തി കഴിഞ്ഞാൽ 100 വർഷത്തിൽ നിന്ന് കേവലം 1-2 മാസങ്ങളായിട്ട് എനിക്ക് കുറയ്ക്കാൻ പറ്റും. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സൂര്യന്റെ അടുത്തുള്ള ഒരു സ്റ്റാർ സിസ്റ്റമാണ് ആൽഫ സെഞ്ചുറി എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ അടുത്തേക്ക് പോകാൻ 70,000 വർഷങ്ങളിൽ നിന്ന് കേവലം 1-2 മാസങ്ങളാക്കി കഴിഞ്ഞാൽ നമ്മൾ ശരിക്കും പ്രാക്ടിക്കലി ലൈറ്റിനെ സ്പീഡിലല്ല ട്രാവൽ ചെയ്യുന്നത്. അതായത് ലൈറ്റിന് നമ്മുടെ ഭൂമിയിൽ നിന്ന് ഈ സ്ഥലത്തേക്ക് പോകാനായിട്ട് 4.4 വർഷങ്ങൾ എടുക്കും. അപ്പോൾ ഈ വേം ഹോൾസിൽ കൂടെ നമ്മൾ പോയി കഴിഞ്ഞാൽ, അതായത് സ്പേസിലത്തെ ഈ ഒരു ഷോർട്ട് കട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ വെറും 2-3 മാസങ്ങൾ എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു ഐഡിയനാണ് നമ്മൾ ശരിക്കും വേം ഹോൾസ് എന്ന് പറയുന്നത്. അതായത് സ്പേസ് ടൈമിനെ നമ്മൾ എക്സ്ട്രീംലി കർവ് ചെയ്ത് 2 ഡിസ്റ്റന്റ് പോയിന്റിനെ നമ്മൾ ഓവർലാപ്പ് ചെയ്തിട്ട് ഒരു ടണലിംഗ് പോലെ ഉണ്ടാക്കും. അതിനെയാണ് ശരിക്കും വേം ഹോൾസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ ഈ 2 ഡിസ്റ്റന്റ് പോയിന്റ് 2 എൻറ്റയർ ഡിഫറെന്റ് ഗാലക്സികളായിരിക്കും. ചിലപ്പോൾ ഈ വേം ഹോൾസിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ സോളാർ സിസ്റ്റം, അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വേറെ ഗാലക്സിയിലത്തെ വേറൊരു സോളാർ സിസ്റ്റം ആയിരിക്കാം. ഇനിയിപ്പോ ഗാലക്സിയും പോയിട്ട് വേറെ 2 ഡിഫറെന്റ് യൂണിവേഴ്സസ് തമ്മിലുള്ള ഒരു കണക്ഷൻ ആയിരിക്കാം ഈ വേം ഹോൾസ്. ഒരുപാട് ഐഡിയാസ് നമുക്ക് ഈ കാര്യത്തിൽ തന്നെ നമുക്ക് പറയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബ്ലാക്ക് ഹോൾസ് എന്ന് പറയുന്നത് ഭയങ്കര ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സംഭവം എന്നുള്ളത്. അതായത് ലൈറ്റിന് പോലും ഈ ബ്ലാക്ക് ഹോളിന്റെ ഈവൻ ഹൊറൈസൺ കടന്നു പോയി കഴിഞ്ഞാൽ എസ്കേപ്പ് ചെയ്യാൻ പറ്റൂല. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഫീൽഡാണ് ശരിക്കും ബ്ലാക്ക് ഹോളിനുള്ളത്. ഇത്ര മാസീവ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷൻ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് തന്നെ ബ്ലാക്ക് ഹോളിന്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഗ്രാവിറ്റേഷണൽ ടൈം ഡയലേഷൻ എന്ന് പറഞ്ഞ ഒരു ഫിനോമിനൻ സംഭവിക്കും. അതായത് ഭൂമിയിലുള്ള ഒരു സ്റ്റേഷനറി ഒബ്സർവറിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് നിൽക്കുകയാണെങ്കിൽ നമ്മുടെ സമയം വളരെയധികം സിഗ്നിഫിക്കന്റ്ലി സ്ലോവർ ആയിരിക്കും. വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ, നിങ്ങളൊരു സൂപ്പർ മാസീവ് ബ്ലാക്ക് ഹോളിന്റെ അടുത്താണ് നിൽക്കുന്നതെന്ന് വെച്ചോ, നിങ്ങളുടെ 1 മിനിറ്റ് എന്ന് പറയുന്നത് ഭൂമിയിലത്തെ ചിലപ്പോൾ ഒരു 3-4-5 വർഷങ്ങളായിരിക്കും. അപ്പൊ അത്ര ഡ്രാമാറ്റിക് ആയിട്ടുള്ള ടൈം ഡിഫറൻസ് ഗ്രാവിറ്റേഷൻ ടൈം ഡയലേഷൻ കാരണം ഉണ്ടാവും.
അപ്പൊ നമ്മൾ പ്രാക്ടിക്കലി ശരിക്കും ഒരു വേം ഹോൾ ഉണ്ടാക്കിയെന്ന് കൺസിഡർ ചെയ്യാം. ആ വേം ഹോളിന്റെ ഒരു ഓപ്പണിംഗ് നമ്മുടെ ഭൂമിയിൽ എവിടെയെങ്കിലും വച്ചതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യുക. വേം ഹോളിന്റെ മറ്റൊരു ഓപ്പണിംഗ് ബ്ലാക്ക് ഹോളിന്റെ അടുത്ത് വെച്ചതായിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ വേം ഹോളിന്റെ അകത്തോടെ കയറിയിട്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ അവിടെ എത്തിയിട്ട് കേവലം ഒരു 3-4 സെക്കൻഡ് സ്പെൻഡ് ചെയ്തിട്ട് ഞാൻ തിരിച്ച് ഈ വേം ഹോളിന്റെ അകത്തോടെ കയറിയിട്ട് ഭൂമിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭൂമി ചിലപ്പോൾ 3-4 മാസങ്ങൾ മുന്നോട്ട് പോയിണ്ടാവും. അതായത് ഞാൻ എഫക്റ്റീവ്ലി ടൈം ട്രാവൽ അല്ല ഇവിടെ ചെയ്തത്. ഇതേ ഒരു എക്സാമ്പിൾ എനിക്ക് വെലോസിറ്റി ടൈം ഡയലേഷൻ വെച്ച് പറയാൻ പറ്റും. അതായത് ഒരു ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി കൂടുന്നതനുസരിച്ച് ആ ഒരു ഒബ്ജക്റ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയം കുറവായിരിക്കും വിത്ത് റെസ്പെക്ട് ടു ആൻ ഒബ്സർവർ. അതാണ് വെലോസിറ്റി ടൈം ഡയലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഞാനൊരു മെഷീൻ ഉണ്ടാക്കി അല്ലെങ്കിൽ ഒരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയെന്ന് വെച്ചാൽ അത് സ്പേസിൽ ഇങ്ങനെ സർക്കിൾ അടിച്ചുകൊണ്ടിരിക്കുക. ഈ സ്പേസ് ക്രാഫ്റ്റ് ഏകദേശം ലൈറ്റിന്റെ സ്പീഡിന്റെ 60-70% സ്പീഡിലാണ് ഇങ്ങനെ റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഒരു വേം ഹോളിന്റെ ഒരു പോയിന്റ് ഞാൻ ഭൂമിയിൽ വെക്കുകയും മറ്റൊരു ഓപ്പണിംഗ് ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ അകത്ത് വെച്ചു എന്നും വിചാരിക്കാം. എന്നിട്ട് ഞാൻ ഭൂമിയിൽ നിന്ന് ഈ വേം ഹോളിന്റെ അകത്തോടെ കയറിയിട്ട് ഈ സ്പേസ് ക്രാഫ്റ്റിന്റെ അകത്ത് നിൽക്കുകയും കുറച്ച് സമയം ഇതിനകത്ത് ചെലവഴിച്ചിട്ട് ഞാൻ തിരിച്ച് ഭൂമിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അപ്പോഴും എഫക്റ്റീവ്ലി ഞാൻ ടൈം ട്രാവലല്ലേ ചെയ്തിട്ടുണ്ടാവാം. അതായത് കുറച്ച് മാസങ്ങളോ കുറച്ച് ദിവസങ്ങളോ കുറച്ച് മണിക്കൂറുകളോ ആ സ്പേസ് ക്രാഫ്റ്റിന്റെ സ്പീഡ് അനുസരിച്ച് ഞാൻ ഫ്യൂച്ചറിലോട്ടായിരിക്കും ട്രാവൽ ചെയ്തിട്ടുണ്ടാവാം. വേറൊരു കാര്യം പറയാം, ഇതൊക്കെ എന്റെ മനസ്സിൽ തോന്നിയ കുറച്ച് ഐഡിയകളാണ്. ഇത് ശരിയാണോ തെറ്റാണോ, ഇതിന്റെ അകത്തുള്ള ഒരുപാട് ചാലഞ്ചസ് എന്താക്കിയാന്നൊന്നും എനിക്കറിയില്ല. ആദ്യത്തെ ഒരു ചാലഞ്ച് എന്ന് പറയുന്നത് വേം ഹോൾസ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ വേം ഹോൾസ് നമ്മുടെ നേച്ചറിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ ചാലഞ്ച് എന്ന് പറയുന്നത്. വേം ഹോൾസിനെ പറ്റി വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞുതരാം. ബ്ലാക്ക് ഹോൾസിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ എന്റെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ ബ്ലാക്ക് ഹോൾസിനെ പറ്റി നല്ലൊരു ഐഡിയ എനിക്കുണ്ട്, നിങ്ങൾക്ക് ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് നല്ലോണം അറിയാം. അതായത് ബ്ലാക്ക് ഹോളിന്റെ ആ ഒരു എൻട്രീനെയാണ് നമ്മൾ ശരിക്കും ഇവന്റ് ഹൊറൈസൺ എന്ന് പറയുന്നത്, അല്ലെ? അതായത് ഈ ഇവന്റ് ഹൊറൈസൺ എന്ന് പറഞ്ഞാൽ ആ ഇൻഫിനിറ്റ്ലി തിൻ ആയിട്ടുള്ള ആ ഒരു ബൗണ്ടറിന്റെ അകത്തേക്ക് ലൈറ്റിന്റെ ഒരു ബീം കടന്നു കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ ബീമിന് ഒരിക്കലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ കഴിയില്ല. ഓക്കെ, അതിന്റെ റീസൺ അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഗ്രാവിറ്റേഷണൽ ഇൻഫ്ലുവൻസ് ഈ ഒരു ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് ഇങ്ങനെ സിംഗുലാരിറ്റിയിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു കറന്റ് അണ്ടർസ്റ്റാൻഡിങ്. ഒരു എക്സാമ്പിൾ ആയിട്ട് ഒരു ഫണലിന്റെ ഷേപ്പ് നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഫണലിന്റെ അകത്തേക്ക് ഒരുപാട് വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഫണലിന്റെ ആ ഒരു ബൗണ്ടറിനെയാണ് നമ്മുടെ ബ്ലാക്ക് ഹോളിന്റെ ഇവന്റ് ഹൊറൈസൺ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അപ്പൊ ഈ ഫണലിന്റെ അകത്തേക്ക് പോകുന്ന ആ വെള്ളത്തിന്റെ സ്പീഡ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു ഒബ്ജക്റ്റ് ഈ വെള്ളത്തിൽ കൂടെ ഫണലിന്റെ അകത്ത് നിന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിച്ചാലും അതിന് പുറത്തേക്ക് പോകാൻ പറ്റില്ല. കാരണം ഈ ഒരു ഒബ്ജക്റ്റ് ഈ വളരെ ശക്തമായിട്ടുള്ള ഒഴുക്കിനെതിരെയാണ് നീന്താൻ ശ്രമിക്കുന്നത്. ഈ ഇടയ്ക്ക് എന്താന്ന് പറഞ്ഞൂടെ, KCB എപ്പോഴാണ് കറണ്ട് കളയുന്നതെന്ന് ഒരു പിടുത്തൂല. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഇവന്റ് ഹൊറൈസൺ കഴിഞ്ഞിട്ട് ഒരു ഒബ്ജക്റ്റ് ഈ ബ്ലാക്ക് ഹോളിന് അകത്തേക്ക് പോവുകയാണെങ്കിൽ ഈ ഒബ്ജക്റ്റിന് ഒരിക്കലും പുറത്തേക്ക് വരാൻ കഴിയില്ല. അതാണ് ബ്ലാക്ക് ഹോളിന്റെ ഒരു കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ബേസിക് ക്യാരക്ടറിസ്റ്റിക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സംഭവത്തിന്റെ, അതായത് ഈ ബ്ലാക്ക് ഹോളിന്റെ ഈ ഒരു ഐഡിയന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അതായത് ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് ഒരു സംഭവത്തിന് പോയി കഴിഞ്ഞാൽ അതിന് ഒരിക്കലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ബ്ലാക്ക് ഹോളിന്റെ നേരെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് ഒരു സംഭവത്തിന് ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് പോകാൻ കഴിയില്ല. ആ സംഭവം ഒരു കുറെ ഒബ്ജക്റ്റുകൾക്ക് ബ്ലാക്ക് ഹോളിന്റെ പുറത്തേക്കേ വരാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയനെയാണ് നമ്മൾ ശരിക്കും വൈറ്റ് ഹോൾസ് എന്ന് പറയുന്നത്. അതായത് ബ്ലാക്ക് ഹോളിന്റെ നേരെ മിറർ ഓപ്പോസിറ്റിനാണ് നമ്മൾ വൈറ്റ് ഹോൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ടണൽ ഷേപ്പിന്റെ നേരെ ഓപ്പോസിറ്റ് രീതിയിലായിരിക്കും ഈ വൈറ്റ് ഹോളിന്റെ സ്ട്രക്ചർ ഇരിക്കുന്നത്. ഐൻസ്റ്റൈൻ്റെ തിയറി അനുസരിച്ച് വൈറ്റ് ഹോളിന്റെ ആ ഒരു ജിയോമെട്രി ശരിക്കും അലൗഡ് ആണ്. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒരു ബ്ലാക്ക് ഹോളിനെ കൺസിഡർ ചെയ്യാം. ഓക്കെ, ബ്ലാക്ക് ഹോളിന്റെ ഒരു സ്ട്രക്ചറിനെ നിങ്ങൾ കൺസിഡർ ചെയ്യാം. അത് ഞാനിങ്ങനെ സൈഡിലെടുത്ത് വെച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു വൈറ്റ് ഹോളിന്റെ സ്ട്രക്ചർ എടുത്തിട്ട് ഞാൻ സൈഡിൽ എടുത്ത് വെച്ചിട്ട് രണ്ടിന്റെയും ആ ഒരു ത്രോട്ട് പൊസിഷനെ ഞാനിങ്ങനെ കൂട്ടി യോജിപ്പിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കാം. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും. ഈ ഒരു ഷേപ്പ് തന്നെയാണ് ശരിക്കും ഒരു വേം ഹോൾസിന്റെ തിയററ്റിക്കൽ ഷേപ്പ് എന്ന് പറയുന്നത്. അതായത് ഇരുവശത്ത് ഓപ്പണിംഗ് ഉണ്ടാവും, ഈ രണ്ട് ഓപ്പണിംഗ് തമ്മിൽ ഒരു ത്രോട്ടിംഗ് ഉണ്ടാവും, അതായത് ഒരു കണക്ഷൻ ഉണ്ടാവും. ഈ കണക്ഷനാണ് നമ്മൾ ടണൽ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടണലിംഗ് എഫക്റ്റ് അങ്ങനെയൊക്കെയാണ് ഇതിനെ വിളിക്കുന്നത്. അതായത് ബ്ലാക്ക് ഹോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു ബൗണ്ടറിയുടെ അകത്തേക്ക് ഒരു സംഭവത്തിന് കയറി കഴിഞ്ഞാൽ അതിനെ ഒരിക്കലും പുറത്തേക്ക് എസ്കേപ്പ് ചെയ്യാൻ പറ്റില്ല. നേരെ മറിച്ച് ആ ഒരു ഒബ്ജക്റ്റ് സിംഗുലാരിറ്റിയിലേക്ക് പോകാണ്ട് ഈ ത്രോട്ടിങ്ങിലൂടെ നേരെ വൈറ്റ് ഹോൾ വഴി ഇങ്ങനെ എസ്കേപ്പ് ചെയ്ത് പോണ ആ ഒരു എഫക്റ്റ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാനിപ്പോൾ പറഞ്ഞ ഒരു കൺസെപ്റ്റിനെയാണ് ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ഈ ഒരു തിയറി അനുസരിച്ച് ബ്ലാക്ക് ഹോൾ എന്ന് പറയുന്നത് ഒരു വേം ഹോളിന്റെ എൻട്രൻസ് ആയിട്ടാണ് കാണുന്നത്. വേം ഹോൾ എന്ന് പറയുന്നത് ഇതിന്റെ ഒരു എക്സിറ്റ് പോയിന്റ് ആയിട്ടാണ് കാണുന്നത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യം ശരിയാണെങ്കിൽ നമ്മളൊരു സ്പേസ് ക്രാഫ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ബ്ലാക്ക് ഹോളിന്റെ അകത്തേക്ക് കയറി പോയി കഴിഞ്ഞാൽ എനിക്കൊരു എൻ്റെ ഡിഫറെന്റ് ഗാലക്സിയിലേക്ക് എത്താൻ പറ്റില്ല. അതായത് ഒരു സ്ഥലവും മറ്റൊരു സ്ഥലവും തമ്മിലുള്ള ഒരു കണക്ഷനാണല്ലോ ശരിക്കും വേം ഹോൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മളൊരു ബ്ലാക്ക് ഹോൾ അകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ എനിക്കൊരു വേറെ എൻ്റെ ഗാലക്സിയിലേക്ക് പോകാൻ പറ്റില്ല. ഇങ്ങനത്തെ ഒരു കാര്യം
നമുക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റ്ലി ലോങ് ആണ്. അതായത് ബ്ലാക്ക് ഹോളും വൈറ്റ് ഹോളും തമ്മിലുള്ള ആ ഒരു സംഭവം ഇൻഫിനിറ്റ്ലി ലോങ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് കയറിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക എന്ന് വെച്ചാൽ വൈറ്റ് ഹോളിലേക്ക്, നിങ്ങൾക്ക് ആ വൈറ്റ് ഹോളിലേക്ക് അകത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇൻഫിനിറ്റ് ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതായത് നിങ്ങൾ അതിൻ്റെ അകത്തോട്ട് കയറി പോവുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വൈറ്റ് ഹോളിൻ്റെ അവിടെ എത്തില്ല. രണ്ടാമത്തെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ബ്ലാക്ക് ഹോളും വൈറ്റ് ഹോളും തമ്മിലുള്ള ആ ഒരു ടണലിംഗ് എന്ന് പറയുന്നത് നടുക്ക് ഇൻഫിനിറ്റ്ലി തിന്നായിട്ട് ഇങ്ങനെ ചെറുതായിക്കൊണ്ട്, അതായത് ഇങ്ങനെ ടേപ്പർ ചെയ്ത് ചെറുതായിട്ട് ഇങ്ങനെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഒരു സംഭവത്തിന് ബ്ലാക്ക് ഹോളിൻ്റെ അകത്തൂടെ വൈറ്റ് ഹോളിലേക്ക് കടന്നു പോകാൻ പറ്റില്ല. ഇനി മൂന്നാമത്തേതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം എന്താ വെച്ചാൽ ഇതൊരു വൺ വേ ട്രാവലാണ്. അതായത് ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് ഒരു സംഭവത്തിന് പോകാനേ പറ്റുള്ളൂ, അത് പുറത്തേക്ക് പോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ ബ്ലാക്ക് ഹോളിൻ്റെ അകത്തേക്ക് പോയിട്ട് ഇപ്പോൾ വൈറ്റ് ഹോൾ വഴി പുറത്തേക്ക് വേറൊരു ഗാലക്സിയിൽ പോയി എന്ന് വെച്ചോ, എനിക്ക് തിരിച്ച് അവിടെ നിന്ന് ഇങ്ങനെ പോയി ബ്ലാക്ക് ഹോളിൻ്റെ വഴി തിരിച്ച് നമ്മുടെ സ്ഥലത്തേക്ക് വരാൻ പറ്റില്ല. അതാണ് മൂന്നാമത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്. അത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. അതും പോരാഞ്ഞിട്ട് വേറൊരു സിറ്റുവേഷൻ എന്താ വെച്ചാൽ ഈ ബ്ലാക്ക് ഹോളും വൈറ്റ് ഹോളും തമ്മിലുള്ള ആ ഒരു ടണലിംഗ് തുറന്നു പിടിക്കണമെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു എക്സോട്ടിക് മാറ്റർ വേണം. കാരണം ഈ ഒരു ടണലിങ്ങിനെ ഫോഴ്സ്ഫുള്ളി ഷട്ട് ഡൗൺ ചെയ്യുന്നത്, അതായത് ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരുന്ന ആ ഒരു സംഭവമാണ് നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അതായത് ഗ്രാവിറ്റി ഈ ഒരു ത്രോട്ടിനെ മാക്സിമം ഷ്രിങ്ക് ചെയ്യിക്കാൻ തോന്നും, അതായത് ചുരുക്കി കൊണ്ടുവരാൻ തോന്നും. ചുരുക്കത്തിൽ പറയാൻ വേം ഹോൾസ് എന്ന് പറഞ്ഞ ഒരു സംഭവം വളരെ ഹൈലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ അത് നമുക്ക് തുറന്നു പിടിക്കണമെങ്കിൽ ഒരു തരത്തിലുള്ള ഒരു എക്സോട്ടിക് മാറ്റർ വേണം. അതായത് ഈ മാറ്ററിന് ശരിക്കും നെഗറ്റീവായിട്ടുള്ള മാസും നെഗറ്റീവ് എനർജിയൊക്കെയാണ് വേണ്ടത്. അതായത് ഗ്രാവിറ്റിക്ക് എതിരെ പ്രവർത്തിക്കുന്ന ഒരു ആൻറ്റി ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു തരത്തിലുള്ള ഒരു എക്സോട്ടിക് മാറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വേം ഹോൾസിനെ തുറന്നു പിടിക്കാൻ പറ്റും. വേറെ അർത്ഥത്തിൽ പറഞ്ഞാൽ ഗ്രാവിറ്റി വേം ഹോൾസിനെ ഇങ്ങനെ ചുരുക്കി കൊണ്ടുവരാൻ നോക്കും. ആൻറ്റി ഗ്രാവിറ്റി ആണെങ്കിൽ ഈ വേം ഹോൾസ് ചുരുങ്ങാണ്ട് അത് തുറന്നു പിടിക്കാനും നോക്കും. ഓക്കെ, അപ്പോൾ ഇതിനാണ് നമ്മൾ ശരിക്കും ഒരു തരത്തിലുള്ള എക്സോട്ടിക് മാറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറൊരു കാര്യം ചോദിക്കാം, ഈ എക്സോട്ടിക് മാറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഹ്യൂമൻ ഇമാജിനേഷൻ മാത്രമല്ല എന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് ചോദിക്കാം. പക്ഷേ എക്സോട്ടിക് മാറ്റർ ഉള്ളത് കൊണ്ടാണ് ബ്ലാക്ക് ഹോൾസ് സ്റ്റേബിൾ ആയിട്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നത്, അതായത് തുറന്ന് നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ യൂണിവേഴ്സിൽ ഇങ്ങനത്തെ ഒരു മാറ്റർ ഇല്ല എന്നുള്ളൊരു അസംഷൻ നമുക്ക് അവിടെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു സംഭവം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക, എവിടെ നിന്ന് കണ്ടുപിടിക്കും? അത്രയും ദൂരം മാത്രമാണ് നമ്മളും വേം ഹോൾസും തമ്മിലുള്ള ദൂരം. ഇതും കൂടാണ്ട് വേറൊരു തിയറി ഉണ്ട്. അതായത് വേം ഹോൾസിനെ പറ്റിയിട്ട് ഏറ്റവും പഴയ ഒരു തിയറിയാണ് സ്ട്രിങ് തിയറി എന്ന് പറയുന്നത്. അതായത് ഇത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഇതിനെ പറ്റിയിട്ട് പറയണമെങ്കിൽ എനിക്ക് ക്വാണ്ടം ഫിസിക്സ് കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. പക്ഷേ ഇതിൻ്റെ ഒരു ഐഡിയ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതായത് സ്ട്രിങ് തിയറി എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബാങ് സംഭവിച്ചപ്പോൾ ഒരുപാട് വേം ഹോൾസ് ഉണ്ടായെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ വേം ഹോൾസ് തമ്മിൽ, അതായത് ഒരു വേം ഹോളും മറ്റൊരു വേം ഹോളും തമ്മിൽ ഒരു ടണലിങ് അല്ലെങ്കിൽ ഒരു ത്രോട്ടിങ് എഫക്റ്റ് പോലെ ഉണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ ബിഗ് ബാങ്ങിന് ശേഷം നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ പയ്യെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഈ എക്സ്പാൻഡ് ചെയ്യുന്നതിനോടൊപ്പം ഈ വേം ഹോൾസ് തമ്മിലുള്ള ആ ഒരു ടണലിങ് അതും ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്, അല്ലേ? അതിങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. സ്ട്രിങ് പോലെ നമ്മുടെ യൂണിവേഴ്സ് മുഴുവൻ ഇങ്ങനെ പടർന്ന് ഇങ്ങനെ പന്തലിച്ച് കിടക്കുകയാണ്. കാരണം എന്താ? നമ്മുടെ യൂണിവേഴ്സ് ഇങ്ങനെ റാപ്പിഡ്ലി എക്സ്പാൻഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന്, അതായത് ഈ ഒരു തിയറിനെയാണ് നമ്മൾ ശരിക്കും സ്ട്രിങ് തിയറി എന്ന് പറയുന്നത്. അതുമാത്രമല്ല ഈ ഒരു സ്ട്രിങ്ങിനെയാണ് നമ്മൾ ശരിക്കും കോസ്മിക് സ്ട്രിങ്സ് എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ സ്ട്രിങ് തിയറിയുടെ ഒരു ചെറിയൊരു ബേസിക് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. കാരണം അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് ക്വാണ്ടം മെക്കാനിക്സും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഐൻസ്റ്റൈൻ റോസൻ ബ്രിഡ്ജിന്റെ ബേസിക്സ് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. കാരണം അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ ഒരു വലിയൊരു ഗ്രാഫ്, അതെങ്ങനെയാണ് ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നത്, അതിനെപ്പറ്റിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ എക്സ്പ്ലെയിൻ ചെയ്തത് മാത്രമാണ് അതിൻ്റെ ഒരു കറക്റ്റ് ഐഡിയ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അത് ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരില്ല. കാരണം അത് വളരെ നല്ല രീതിയിൽ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. വേറൊരു സംഭവം എന്താ വെച്ചാൽ നമുക്ക് വേം ഹോൾസിനെ സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്വാണ്ടം പാർട്ടിക്കിൾസ് ഉപയോഗിക്കാൻ പറ്റും. അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് ക്വാണ്ടം തിയറിനെ ക്വാണ്ടം ഫിസിക്സിനെ പറ്റിയിട്ട് ബേസിക്സ് പോലെ നിങ്ങളുടെ അടുത്ത് എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. അപ്പോൾ അതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ, ക്വാണ്ടം ഫിസിക്സ് പഠിക്കണമെന്ന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. എനിക്ക് പറ്റണ പോലെ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇത്ര മാത്രമേ പറയുന്നുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ അതൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം ഔട്ട്ഡോർ ആണ് ഷൂട്ട് ചെയ്യുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ? അതുമാത്രമല്ല മഴയും വരുന്നുണ്ട്. KCB ആണെങ്കിൽ എപ്പോൾ എന്താ ചെയ്യണം നമുക്കൊരു പിടുത്തമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ ഫ്യൂച്ചർ വീഡിയോസിൽ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും. ഒരു പോഡ്കാസ്റ്റിന്റെ പരിപാടി ഞങ്ങൾ തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ മിക്കവാറും നമ്മൾ അടുത്ത വീഡിയോയിൽ ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും ഫ്യൂച്ചർ വീഡിയോ സജഷൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. ഞാനിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന ടെറസിൽ നിന്നിട്ടാണ്. മുകളിലേക്ക് നോക്കിയാൽ നല്ല മഴക്കാറ് നിങ്ങൾക്ക് കാണാൻ പറ്റും.
അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ വളരെ സ്ലോ ഇവിടെ തന്നെ നിർത്തിയത്, അല്ലെങ്കിൽ ഇത് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. അപ്പോൾ നമുക്ക് നല്ലൊരു ടോപ്പിക്കായിട്ട് ഇനി അടുത്ത വീഡിയോ കാണാം.